നമസ്കാരം. ഇന്നത്തെ കാലത്ത് കമ്പനികൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ആക്യുറേറ്റ് ആയ തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ആരാണ് ഇത്തരം ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ ഈ കമ്പനികളെ സഹായിക്കുന്നത്? ഡാറ്റ അനലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ജീവനക്കാരാണ് ഇത്തരം ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ കമ്പനികളെ സഹായിക്കുന്നത്. പല സോഴ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കമ്പനിക്ക് വേണ്ട രീതിയിൽ വ്യാഖ്യാനിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഈ പ്രോസസ്സിനെ ഡാറ്റ അനാലിസിസ് എന്ന് പറയും. ഇതിനായി ഡാറ്റ അനലിസ്റ്റുകൾ പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ, SQL, പൈത്തൺ, ആർ, പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് ആയ പവർ BI, ടാബ്ലോ എന്നിവയൊക്കെ. ഇനി ഡാറ്റ അനലിറ്റിക്സിലുള്ള വിവിധ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, മാർക്കറ്റ് അനലിസ്റ്റ്, പ്രോഡക്റ്റ് അനലിസ്റ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഹെൽത്ത് കെയർ അനലിസ്റ്റ്, ഡാറ്റ സയന്റിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നിവയൊക്കെയാണ് ഡാറ്റ അനലിറ്റിക്സിലുള്ള പ്രധാന കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് റോൾസ് എന്ന് പറയും. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഡാറ്റ അനലിറ്റിക്സ് കോഴ്സ് ഓൺലൈനായോ ഓഫ്ലൈനായോ പഠിക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ IBM തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സർട്ടിഫിക്കേഷനേക്കാൾ ഉപരി നിങ്ങളുടെ സ്കിൽസിന് തന്നെയാണ് എപ്പോഴും പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് ഡാറ്റ അനലിസ്റ്റായി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രഷേഴ്സിന് MNC കമ്പനികൾ 5 ലക്ഷം രൂപ വരെയൊക്കെ വാർഷിക സാലറി ഓഫർ ചെയ്യുന്നുണ്ട്.